തിരുവനന്തപുരം KPCC ആസ്ഥാനത്തുമുള്ള KC വേണുഗോപാൽ അനുകൂലികളുടെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം നടന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ KC വേണുഗോപാലിനും VD സതീശനുമായി വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. VD സതീശനെ അനുകൂലിച്ച് തെരുവിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് അനുകൂലികൾ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്ന് ചേരും, അതുപോലെ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നു. ആദ്യം ജിബിനിലേക്ക്. ജിബിൻ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറയൂ ജിബിൻ, തിരുവനന്തപുരത്ത് വളരെ എക്സ്ട്രീം സ്റ്റെപ്പിലേക്കാണല്ലോ ഈ കോൺഗ്രസ്സുകാർ പോകുന്നത്. ഗുഡ് മോർണിംഗ് SK. അത് തന്നെയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ KCക്ക് വേണ്ടിയും VD സതീശിന് വേണ്ടിയും അനുകൂലികൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷൻ, MLA ഹോസ്റ്റൽ, സെക്രട്ടേറിയറ്റ്, KPCCക്ക് മുന്നിൽ, അങ്ങനെ പല ഭാഗങ്ങളിലായാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തൊട്ടുമുന്നിലായി കാണുന്നത് വെള്ളയമ്പലം സ്ക്വയറിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, ആദ്യം സ്ഥാപിച്ചിരുന്നത് കേരള 1 KC വാം വെൽക്കം ലീഡർ എന്ന് പറയുന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ആണ് ഈ ഭാഗങ്ങളിൽ ആദ്യം സ്ഥാപിച്ചിരുന്നത്. അത് ഒരു ദിവസം മുൻപാണ് സ്ഥാപിച്ചത്. ഇതിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി VD സതീശൻ അനുകൂലികൾ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അതേ ഉയരത്തിൽ, പക്ഷേ അതിനേക്കാളും അല്പം വിസ്തീർണമുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തത്. ഇതിൽ VD സതീശൻ അനുകൂലികൾ എഴുതിയിരിക്കുന്ന പ്രധാന വാക്യങ്ങൾ എന്ന് പറയുന്നത് ദ ലീഡർ നാച്ചുറൽ ചോയ്സ് എന്നുള്ള വാക്കും, അതുപോലെ തന്നെ ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം. അങ്ങനെ ഈ പ്രവർത്തകർ അവരുടെ അണികൾക്ക് ഈ അണികൾ അവരുടെ നേതാവിന് വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സ്വഭാവത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് കാരണമെന്ന് പറയുന്നത് KPCC ആസ്ഥാനത്തിന് മുന്നിലും KC വേണുഗോപാലിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ ഈ KPCCയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു കൂട്ടം പ്രവർത്തകർ എത്തി കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ KPCC ആസ്ഥാനത്തിൽ മുന്നിലുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ്, ഈ കരിയോയിൽ ഒഴിച്ച ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് KPCC ആസ്ഥാനത്തിന്റെ പുറകിലെ തന്നെ ചാരി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ആരാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതെന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഈ കരിയോയിൽ ഒഴിച്ച ഭാഗത്തൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസിന്റെ കാവലുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ പോലീസുകാർ അത് കണ്ടിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ KPCCക്ക് അകത്ത് കൃത്യമായി തന്നെ CCTV ഉണ്ട്. അവർ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചതെന്നുള്ളത്, അതിന് VD അനുകൂലികളാണോ, രമേശ് ചെന്നിത്തല അനുകൂലികളാണോ, അതോ ഇത് രണ്ടുമല്ലാത്ത സാധാരണക്കാരെ കോൺഗ്രസ് പ്രവർത്തകരാണോ എന്നുള്ള ഒരു കാര്യം കൂടി സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയും അവർ നടത്തുന്നത്. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ KCക്കായും VDക്കായും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ VD സതീശൻ അനുകൂലികൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് KPCC ആസ്ഥാനത്തിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കൊടുക്കുന്ന റിപ്പോർട്ട്, അതായത് AICC നിരീക്ഷകർ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ ഇന്ന് ആ റിപ്പോർട്ട് ഇന്ന് AICC നേതൃത്വത്തിന് കൈമാറും. തുടർന്ന് ഈ മുഖ്യമന്ത്രിക്ക് അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടെ KPCC പ്രസിഡന്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേർന്ന് ഇനി കൊച്ചിയിലേക്ക് വിഷ്ണു സുരേഷ് തത്സമയം ചെയ്യുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. VD സതീശൻ അനുകൂലികൾ കൂടുതൽ പ്രകടനങ്ങളുമായി ഇന്ന് രംഗത്ത് വരും എന്ന രീതിയിൽ വാർത്തകൾ പരക്കുന്നു. ഇത് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്നാണ് KC വേണുഗോപാലിന്റെ അനുയായികൾ പറയുന്നത്. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ? ഈ സൈബർ യുദ്ധങ്ങൾക്കും ഫ്ലെക്സ് യുദ്ധങ്ങൾക്കും ശേഷം പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങി VDക്ക് വേണ്ടി അണിനിരക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ കൂടുതൽ പ്രവർത്തകരുടെ തീരുമാനം. ഇന്നലെ വൈകിട്ടോടുകൂടി ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് തന്നെ VD അനുകൂല പ്രകടനമുണ്ടായത് എറണാകുളം നെട്ടൂരിൽ നിന്നാണ്. എറണാകുളത്തെ നെട്ടൂരിലെ INTUC പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമാണ് പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് VD സതീശനായി അനുകൂല പ്രകടനം നടത്തിയത്. കേവലം അനുകൂല പ്രകടനം എന്നതിനപ്പുറത്തേക്ക് നേതൃത്വത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി അതിലുണ്ടായിരുന്നു. അതായത് ഇത്രയും നാൾ ഈ UDFനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയത് VD സതീശനാണ്. പുറത്തു നിന്നൊരാളെ കെട്ടിയിറക്കുന്നത് അത് അങ്ങേയറ്റം നാണക്കേടായി പാർട്ടിക്ക് മാറുമെന്ന് അവർ ആ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിൽ ഉയർത്തിയിരുന്നു. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാനാണ് തീരുമാനം. ഇപ്പോൾ കീഴ്മാട് ഇന്ന് വൈകിട്ട് 5:30 VD അനുകൂല പ്രകടനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അവർ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. സമാനമായി ജില്ലയുടെ മറ്റിടങ്ങളിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല VD സതീശന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. VD അനുകൂലികൾ ഒരുപാടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ അനുകൂല പ്രകടനങ്ങൾ വഴി കരുത്തു കാട്ടാനാകും എന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, പറവൂർ ഇപ്പോഴും നിശബ്ദമായി തുടരും എന്നുള്ളതാണ്. പറവൂരിൽ VD സതീശന്റെ മണ്ഡലമാണ്, ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ അവിടെ നിന്ന് ഇതുവരെ ഒരു പരസ്യ പ്രതികരണമോ അല്ലെങ്കിൽ പ്രകടനമോ ഉണ്ടായിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു തീരുമാനമാകട്ടെ എന്ന നിലപാടാണ് പറവൂരിലെ കോൺഗ്രസുകാർ എടുക്കുന്നത്. അതായത് VDക്ക് അനുകൂലമല്ല എങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന്റെ അപ്പുറത്തേക്ക് പോകും എന്ന് പറവൂരുകാർ
സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതുവരെ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വി.ഡി. സതീശന് നീതി ലഭിച്ചില്ല എങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നുണ്ട്. ഇതിനെ എങ്ങനെ നേതൃത്വം കൈകാര്യം ചെയ്യുമെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഒരു വശത്ത് വി.ഡി. അനുകൂല പ്രകടനങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് KC വിഭാഗവും RC വിഭാഗവും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.